ഇപ്പോൾ ചർച്ചകൾക്കൊടുവിൽ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനൊക്കെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇതിലുണ്ടായിരിക്കുന്നത്? നാറ്റോ രാജ്യങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്ക് ട്രംപ് കടക്കുമ്പോൾ ഈ ചർച്ച റഷ്യയും അമേരിക്കയും മാത്രമായി ഒതുങ്ങി അടുത്ത തലത്തിലേക്ക് ഉക്രൈനെയും ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്നത് യൂറോപ്പാണോ? ഡോക്ടർ പി അനിൽകുമാർ. അല്ല, ശരിക്കും ഇവിടെ അംബാസഡർ സാർ പറഞ്ഞു വെച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ചത്. കാരണം ഈ പറഞ്ഞ ശീതസമരാനന്തര കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളെപ്പോഴും അന്തർദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എന്നുള്ളത്. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശ താല്പര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ പറയുന്നത് പോലെ യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി തന്നെ, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായാലും ശരി തന്നെ, അത് ഉക്രൈൻ ആയാലും ഈ 2 രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ നോക്കൂ. ഇപ്പോൾ സൗദി അറേബ്യയിൽ നടന്ന ഈ ചർച്ചയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ചർച്ചകൾ നടന്നതെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഇവിടെ സാർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും 2 രാജ്യങ്ങളും റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരുടെ പ്രധാനപ്പെട്ട അംബാസഡർ ലെവലിലുള്ള, ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള നേരത്തെ പിൻവലിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ 2 രാജ്യങ്ങളും പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു നയമാണ് അവർ പിന്തുടരുന്നത്. രണ്ടാമത് അവർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നതും അതിന് അനന്തരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ചർച്ച ചെയ്തത് എങ്ങനെ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ എങ്ങനെ സാമ്പത്തികപരമായി ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, അതായത് തന്ത്രപരമായി ഭൗമപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാനാകും, അതുപോലെ തന്നെ അവരുടെ എക്കോണമി എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാനാകും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നടത്തിയ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ 2 കാര്യവും യുദ്ധവുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് ശരി. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നതിലുപരി നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാനുള്ള പരസ്പര സഹകരണത്തിൻ്റേതായിട്ടുള്ള മേഖലകൾ കണ്ടെത്തുക, നമ്മൾ അതിനെ വേറൊരു തരത്തിൽ കൂടി വായിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലീഡർഷിപ്പ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ. നമ്മൾ ഈ അടിക്കുള്ള, അല്ലെങ്കിൽ ഈ സാർ പറഞ്ഞ പോലെ ഇവിടെക്കിടയ്ക്കൊക്കെ വിശ്വാസത്തിൻ്റെ വിടവ് നിലനിൽക്കുമ്പോഴും ഒരു 2 ലീഡർഷിപ്പ് എൻഗേജ് ചെയ്താൽ, അല്ല ഒരു പരസ്പരം സഹകരിച്ചാൽ അതിനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 2016 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ നിരന്തരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലൊക്കെ റഷ്യയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന് അനുകൂലമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക, അത് അമേരിക്കയുടെയും റഷ്യയുടെയും താല്പര്യത്തിന് അനുകൂലമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ധാരാളം ക്രൈസിസിൽ പെട്ടിരിക്കുന്ന യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടെ കൂട്ടി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണെന്നും, അതുപോലെ അംബാസഡർ സാർ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ നിർണായകമാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഉക്രൈൻ്റെ ഒരു ബോർഡറിങ്ങും അതിനെ എങ്ങനെ സുരക്ഷിതമാക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്യൻ അംഗരാജ്യങ്ങളിൽ നിന്നും ധാരാളം വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എന്തുകൊണ്ട് തങ്ങളെ ചർച്ചയ്ക്ക് കൂട്ടുന്നില്ല എന്നുള്ള വാക്കുകൾ സെലൻസ്കി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 വർഷം സമയം ഉണ്ടായിരുന്നല്ലോ നമുക്ക് പരസ്പരം ചർച്ച എന്ന് പറഞ്ഞാൽ അത് രൂക്ഷമായ ഭാഷയിൽ തന്നെ ശക്തമായി വിമർശിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു, മറ്റുള്ളവരെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കാതെ എന്നുള്ളൊരു കാര്യം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായി നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം എവിടം വരെ പോകും, അല്ലെങ്കിൽ ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങൾ. അതായത് അമേരിക്ക ഒരു യു ടേണോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും യു ടേൺ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം 3 കാര്യങ്ങളാണ്. നേരത്തെ റഷ്യക്കെതിരെ ഉപരോധം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് യു ടേൺ നമ്മൾ കാണാൻ പോകുന്നു. 2, നേരത്തെ അവരെ അന്യവൽക്കരിക്കുവാൻ, ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമം ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു യു ടേൺ നമ്മൾ കാണുന്നു. 3ാമത്, അമേരിക്ക ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ റഷ്യക്കെതിരായിട്ടുള്ള സഹായങ്ങൾ, നാറ്റോ വഴി ചെയ്തുകൊണ്ടിരുന്ന സഹായങ്ങൾ, അതിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നു. 3 കാര്യങ്ങളിലുള്ള യു ടേൺ തന്നെയാണ് നമ്മളെ കാണുന്നത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമാണോ എന്ന് ചോദിച്ചാൽ തുല്യമാണ്.